Hi guys, welcome back to my channel. Okay guys, അപ്പം ഇന്ന് ഞാൻ എൻ്റെ സൈക്കിൾ കാണിക്കാം ഗൈസ്. അപ്പം എൻ്റെ സൈക്കിൾ കാണിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. ഓക്കെ, ഇതുണ്ട് ഗൈസ് ഫ്രണ്ട്. ഓക്കെ, ഇതെൻ്റെ സൈക്കിള് ഡാമേജ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ ഹാൻഡിൽ ഫുള്ളി പോയി ഗൈസ്. ഇതെൻ്റെ ഹാൻഡിലൊക്കെ വളഞ്ഞിട്ട് ഇതിനകത്ത് തേയ്മാനം ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ഗൈസ്. ഇതിനകത്ത് ഇങ്ങനെ ഈ സാധനം ഇതിനകത്തൊരിതുണ്ട് ഗൈസ്, അത് തേഞ്ഞ് പോയി ഗൈസ്. അങ്ങനെ ഈ ഹാൻഡിൽ പോയിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം ഗൈസ് ഇനി നമുക്ക് എൻ്റെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് വളഞ്ഞിരിക്കുകയാണ്. ഇതാരും ശ്രദ്ധിക്കേണ്ട ഗൈസ്, അത് വെറുതെ ഒരു രസത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പഴയ കുറച്ച് ബ്രേക്ക് കേട്ടോ. പിന്നെ ഗൈസ് ഈ ചെയിൻ പോയതിൻ്റെ കൊടുത്ത് ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കിയതാ ഗൈസ്. ഇതും ഒടിഞ്ഞു പോയിരിക്കും. ഓക്കെ ഗൈസ്, അത് പോയി, അത് കുഴപ്പമില്ല ഗൈസ്. സ്റ്റാൻഡിൻ്റെയാണ്. അപ്പം ഗൈസ് ഇതും പോയി ഗൈസ്. അപ്പം ഇത് ഗൈസ്, ഇതിപ്പം പ്രാവശ്യം പറഞ്ഞ ഇതിനകത്തൊരു ഞട്ടുണ്ടായിരുന്നു ഗൈസ്, അത് പോയി. അപ്പോൾ ഈ ഞട്ട് പോയപ്പോഴേക്കും ഇത് പെട്ടെന്ന് ലൂസായതുകൊണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഈ പെടലിയുടെ അവിടുന്ന് അപ്പുറത്തെ പെടലിയുടെ ഈ സൈക്കിളിൻ്റെ ഈ പെടലിൻ്റെ അടിഭാഗത്ത് ഒരു അതിങ്ങനെ കിടന്ന് ഒരഞ്ഞൊരഞ്ഞ് ഇവിടുത്തെ സ്ക്രാച്ചിങ് ആയി. പിന്നെ ഇത് മാറുകയും പിന്നെ ചെയിന് ഓയിൽ ഓവറായതാണോ എന്തോ അറിഞ്ഞൂടാ. പക്ഷേ ഇച്ചിരി വിഷയമായിട്ടുണ്ട്. പക്ഷേ ഫുള്ളി ചെയിനൊക്കെ കണ്ടോ ലൂസ്. ഇതെന്തെങ്കിലും ചെയ്തിട്ടിട്ടൊന്ന് നോക്കണം ഗൈസ്. ഇത് ലിമിറ്റഡാണ് ഗൈസ്, ലിമിറ്റഡ് കണ്ടോ ഗൈസ്. സൈക്കിൾ ഹീറോയുടെ ഈ പഴയ മോഡലാണ്. അപ്പം ലിമിറ്റഡ് സാധനമാണ്, ലിമിറ്റഡ് ഗൈസ്. അപ്പം ഇതിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കൊരു സൈക്കിളിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ശരിയാക്കിയിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു അടിപൊളി സൈക്കിളിൻ്റെ വീഡിയോ ഗൈസ്. പുതിയ ബ്രേക്ക് കേട്ടാ ഗൈസ്. നമ്മുടെ ഈ ഒരു ഞട്ട് വെറുതെ സ്പാൻഡർ ഒന്നറിയാൻ പിടിച്ചപ്പോൾ ഈ ഞട്ട് പൊട്ടി ഗൈസ്. ഈ ഞട്ട് പൊട്ടി തെറിച്ച് പോയി. പിന്നെ അത് കിടക്കുന്ന ഇതിന് ഗൈസ്. അപ്പം ഈ ഞട്ട് ഗൈസ്, അപ്പം ഫ്രണ്ടിലെയും ബാക്കിലെയും ഞട്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ എഴുതുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് ടോട്ടലി പോയി കണ്ടോ. എന്തോ ഒരു സ്ക്രാച്ചിങ് ആയിട്ട് സീറ്റ് ഫുൾ ടോട്ടലി പോയി. പിന്നെ ഇത് പുതിയതാണ് എത്ര 4-5 മാസം എന്തോ തികച്ചെടുത്തിട്ട്. അപ്പോഴേക്കും മാനിലും പോയി. ഡെയിലി ഊരി പോയായിരുന്നു. അപ്പം ചെയ്തിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ഹാൻഡ് വാങ്ങിച്ചിടണമെന്ന് വിചാരിച്ചു. ഹാൻഡ് വാങ്ങിച്ചിടും. ഓക്കെ, അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പം എല്ലായിടത്തും വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഈ റിഫ്ലക്ടർ ഭാഗമില്ലേ ഗൈസ്, റിഫ്ലക്ടർ ഭാഗമൊക്കെ ലൂസായിരുന്നു. വേറെ ചെയ്ത് വെച്ചിരിക്കാനകത്ത് ഹാൻഡിലും ഇതുപോലെ ലൂസായതിനു ശേഷം ഹാൻഡിലിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ. അപ്പോൾ ഗൈസ് അങ്ങനെയായിരുന്നു ഹാൻഡിലും സെറ്റായത് ഗൈസ്. അങ്ങനെ ഇതായിട്ട് ഓക്കെ അതാണ്. ഇപ്പം ഒന്നും നോക്കിയിട്ടും കാര്യമില്ല, ഒന്നെങ്കിൽ തള്ളിയെടുക്കുക. അങ്ങനെ ഈ ഹാൻഡിൽ വളഞ്ഞ് ആയിരുന്നതിന് മുമ്പെങ്കിൽ ലൂസായിട്ട് കിടക്കട്ടെ. സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡിലിൻ്റെ ഇത് പിന്നെ ഹാൻഡിൽ കുഴപ്പമില്ലായപ്പോൾ ഒന്ന് ലൂസായി. പിന്നെ അങ്ങനെ ഞാൻ ഒന്നറിയാൻ തിരിച്ചപ്പോഴേക്കും ഗൈസ് അത് നേരെ കയറി ഇങ്ങനെ ബുള്ളറ്റിൻ്റെ കൂട്ട് നല്ല രസമായിരുന്നു. ആ സമയത്ത് ഇട്ടപ്പം ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റി, ജസ്റ്റ് ഒന്ന് ചവിട്ടാൻ പറ്റി. എൻ്റെ ലാസ്റ്റാണ് ചവിട്ടി. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പം തെള്ളി കിടക്കുകയാണ് എൻ്റെ ജോലി. ഈ സാധനം സൈക്കിളിലിരുന്ന് അപ്പോൾ വളഞ്ഞിരുന്ന ആ ഒരു പ്ലേറ്റ് എടുത്ത സാധനമില്ല ഗൈസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതായതൊന്ന് അപ്പം അത് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഓക്കെ, പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോ. ഞാൻ നാളെ എൻ്റെ വീട്ടിലെ കാറിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ.